ഇപ്പം കണ്ണൂർ ജില്ലേൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ എത്തുന്നുണ്ട് കേട്ടോ. ഈ പോകുന്നത് കൂത്തുപറമ്പിലേക്കാണേ. വഴിയൊന്നും വലിയ പിടുത്തൂല്ലെങ്കിൽ നമ്മൾ ചോദിച്ചു പോവല്ലോ. അങ്ങനെ മട്ടന്നൂരേക്ക് ബസ് കയറി. ഈ സ്ഥലം എനിക്ക് പുതിയതാണ്. ഞാൻ മണ്ണൂർ പാലം വഴിയും മട്ടന്നൂരേക്ക് പോയിട്ടുണ്ട്, അല്ലാണ്ട് നമ്മൾ കുളപ്പ വഴിയും പോയിട്ടുണ്ട്. ഈ വഴി ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അതായത് നമ്മൾ പട്ടാനൂർ ആയപ്പുഴ വഴി ബസ് പോകുന്ന റോഡുണ്ട് തന്നെ ഞാൻ ഇന്ന് അറിയുന്നത് കേട്ടോ. എനിക്ക് അറിയേ ചെയ്യില്ലേനു. അപ്പം നിങ്ങളേർക്കേ അതന്നെ. അങ്ങനെ നമ്മൾ മട്ടന്നൂരെത്തി. മട്ടന്നൂർ സുപരിചിതമാണ്, കാരണം എൻ്റെ എംപ്ലോയ്മെൻറ്റ് വരുന്ന കിടിയാണ്. പിന്നെ പുതുക്കാനും ആക്കാനല്ല എപ്പം പോയി നല്ല പരിചയമുണ്ട്. പക്ഷേ മട്ടന്നൂർ ഓരോ പ്രാവശ്യം പോകുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. പണ്ട് നമ്മൾ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ നാട് ഒരു എയർപോർട്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് കൂടെയുള്ള കുട്ടികളൊക്കെ കരഞ്ഞതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്. കാരണം എൻ്റെ സ്ഥലം പോവും, നമ്മളെ വീടിൻ്റെ അവിടെ ബുദ്ധിമുട്ടാവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ പറഞ്ഞുള്ള എനിക്ക് ഇപ്പോൾ ഓർമ്മ വരും കേട്ടോ. ഈ മട്ടന്നൂർ എത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന കാര്യം അതാണ്. ഇപ്പം അങ്ങനെ എയർപോർട്ടൊക്കെ വന്ന് അടിപൊളിയായി. പക്ഷേ അവരെ വീടൊന്നും പോയിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ കൂത്തുപറമ്പെത്തി. ബർത്ത്ഡേ ബോയ് വന്നു, ആൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവരെ മുന്നിൽ മുഖത്തുണ്ടാകുന്ന ചിരിയില്ലേ, ആ ഹാപ്പിനെസ് ഒട്ടും ചെറുതല്ല. അങ്ങനെ നമ്മൾ കൂത്തുപറമ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് വരാമല്ലോ നമുക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ്. അവിടെ ഒരു ചിത്രമല്ല, ഒരുപാട് ചിത്രങ്ങളുണ്ട്. ഒരു കഥകളിയുണ്ട്, തെയ്യത്തിൻ്റെ ഉണ്ട്, കുറേ ചിത്രമുണ്ടേ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ ഒരു മടി. കുറേ ആടെ ഇരുന്നിട്ടുണ്ട്, നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കാറല്ലോ. അങ്ങനെ അലിമാസ് ചായയൊക്കെ കുടിച്ച് അലിമാസിന് കയറി തിരിച്ച് വരുന്ന ഇരിക്കൂർ ബസ് കിട്ടി. ബസ് കയറി കുറച്ച് അങ്ങോട്ട് എത്തുമ്പോൾ ഓർമ്മ വന്നേ, എനിക്ക് ഇരുട്ടിയിലേക്കാണ് പോകണ്ടേ. പിന്നെ എന്നാ ചെയ്യുക, ഇനിയിപ്പം മട്ടന്നൂരിൽ നിന്ന് മാറിക്കയറണം, അല്ലാണ്ട് ഇപ്പം എന്ത് ചെയ്യാനല്ലേ. അങ്ങനെ നമ്മളിങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് മട്ടന്നൂരെത്തി. ഈ മാള് മാത്രം എനിക്ക് നല്ല പരിചയമുണ്ട്, ബാക്കി എല്ലാ സ്ഥലവും എനിക്കറിയില്ല. പിന്നെ കുറേ ആൾക്കാരുണ്ടല്ലോ എന്നെ കാണുമ്പോൾ വന്നിട്ട് ചേച്ചി വീഡിയോ ചെയ്യുന്ന ചേച്ചി അല്ലേ എന്നെല്ലാം ചോദിച്ച് സംസാരിക്കലുണ്ട്. കുറേ ആൾ വ്ളോഗർ എന്നെല്ലാം വിളിക്കലുണ്ട്. അത്രക്കൊന്നും ഇല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമായിട്ടാ. നമ്മളെ വീഡിയോസ് കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. പിന്നെ അവരോട് കൂടെ ചിലവരെല്ലാം പറയും നമ്മളെ വീഡിയോ എടുക്കുമെന്ന്, പക്ഷെ നമുക്ക് അങ്ങനെ എടുക്കാൻ മടിയാന്നേ. അങ്ങനെ സൂര്യയിൽ പോയി കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങി തിരിച്ച് നടന്നു വരുമ്പോണ്ടല്ലോ ഇവിടെ ഒരു എക്കോ പാർക്ക്. എന്ത് രസമാണ് കാണാൻ. ഇരിട്ടി മുനിസിപ്പാലിറ്റീൻ്റെ എക്കോ പാർക്കാണ്. ഇതെന്ത് നല്ല നീറ്റായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അടിപൊളിയാണ്. എന്തായാലും ആ ഒരു എക്കോ പാർക്കിന് ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കാം കേട്ടോ. എന്തായാലും അതൊക്കെ കണ്ട് തിരിച്ച് നമ്മൾ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന. അങ്ങനെ ബസ് കയറി തിരിച്ച് നാട്ടിലേക്ക് പോകുന്നു. അപ്പം വലിയ വിശേഷങ്ങളൊന്നുമില്ല, പക്ഷേ ഈ യാത്രകൾ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ച്. ഈ കണ്ടതാണ് മണ്ണൂർ പാലം കേട്ടോ. അങ്ങനെ നമ്മൾ ഇരിക്കൂറെത്തി. ഇരിക്കൂർന്ന് പിന്നെ ശ്രീകണ്ഠാപുരത്തെത്തി. പതിവ് പോലെ സാധനങ്ങളെല്ലാം വാങ്ങി തിരിച്ചു പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ. ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കരുത്.